അപ്പൊ നമ്മൾ ഇന്ന് ടൂറിന് പോവാണ്. തൃശ്ശൂരുള്ള സുവോളജി പാർക്കിലേക്കാണ് ഞങ്ങളിപ്പോൾ പോകുന്നത്. ഈ വരുന്ന കുഞ്ഞുവാവയാണ് ഞങ്ങളുടെ മെയിൻ കഥാപാത്രം. ടീച്ചേഴ്സ് എന്നാണ് ഞങ്ങൾ വിളിക്കുന്നത്. എനിക്കും പേര് നിഹാ മറിയം എന്നാണ്. അവളുടെ പപ്പയാണ് അവൾ എടുത്തേക്കുന്നത്. അച്ചാച്ചനും ആഞ്ചുമാരും അപ്പാപ്പയും അമ്മാമ്മയും ഒക്കെ ആയിട്ടാണ് ഞങ്ങൾ ടൂർ പോണത്. പേപ്പൻ കാര്യമായിട്ട് എന്തോ മൊബൈലിൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് കേട്ടോ വല്യപ്പച്ചനും വല്യമ്മച്ചിയും. ഞങ്ങളുടെ ഫാമിലിയിലെ മൂത്ത ആളാണ് കേട്ടോ. ടൂർ ഞങ്ങൾ അടിച്ചു പൊളിച്ചു. ഞങ്ങൾ അന്താക്ഷരി കളിച്ചു. എല്ലാവരും പങ്കെടുത്തു കേട്ടോ അന്താക്ഷരിയിൽ. കോർഡിനേറ്റ് ചെയ്യാൻ അച്ചാച്ചനുള്ളതുകൊണ്ട് നല്ല രസമായിരുന്നു. മിന്നൂസ് ആണെങ്കിൽ ക്യാമറയിൽ പോസ് ചെയ്തുകൊണ്ടിരിക്കുക. പല ഗോഷ്ഠികളും കാണിക്കുന്നുണ്ട്. അങ്ങനെ നിങ്ങളുടെ വണ്ടി സുവോളജി പാർക്കിലെത്തി. ഇനി ഞങ്ങളുടെ സമയങ്ങളായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് ഞങ്ങളുടെ കുഞ്ഞി അനീറ്റി നിച്ചൂസിൻ്റെ കൂടെ കുറേ നേരം കളിക്കാൻ പറ്റി. ഞങ്ങൾ അവിടെ വെച്ച് പല പല പോസിൽ ഫോട്ടോസ് എടുത്തു. നിച്ചൂസും വളരെ ഹാപ്പി ആയിരുന്നു. ടീച്ചേഴ്സ് വന്നപ്പോഴാണ് ഞങ്ങൾ ചേച്ചിമാരാണെന്ന് ഞങ്ങൾക്ക് ബോധ്യമായത്. അതുവരെ മീനൂസ് ആയിരുന്നു ഞങ്ങളുടെ വാവ. അങ്ങനെ നിച്ചൂസിൻ്റെ ചേച്ചിമാരാണെന്നുള്ള അഭിമാനത്തോടും അഹങ്കാരത്തോടും കൂടി ഞങ്ങൾ നടന്നു വരാൻ കേട്ടോ. ചെറിയ ചാറ്റൽ മഴ ഉണ്ടായിട്ടോ, അതുകൊണ്ട് വേഗമൊന്നും ഉണ്ടായില്ല. പക്ഷേ തൊപ്പിയൊന്നും എടുക്കാത്ത കാരണം ഞങ്ങൾ ആ മഴ മൊത്തം എങ്കിലും ഞങ്ങൾ തളർന്നില്ല ഗൈസ്. മീനൂസിനാണെങ്കിൽ മടിയുടെ അസുഖമുള്ളതുകൊണ്ട് കുറച്ച് നടന്നു കഴിഞ്ഞായിരിക്കും അവള് കരയും. ആരോടെങ്കിലും എടുക്കാൻ പറയും. ഈ തവണ അച്ചാച്ചനാണ് അതിനുള്ള ഭാഗ്യം കിട്ടിയത്. അവിടെ നിറച്ച് ഈറ്റയാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ മാനിനെ കണ്ടു. ആദ്യമായിട്ടാണ് കേട്ടോ ഞങ്ങൾ മാനിനെ നേരിട്ട് കാണുന്നുണ്ട്. ഞങ്ങൾ നടന്നു പോകുന്ന സമയത്ത് ഒരു മയിലിനെ കണ്ടു. മയിലാണെങ്കിൽ വീഡിയോ എടുത്താൻ പോലെ നിന്നു. ഞങ്ങൾ കുറച്ചു നേരം വെയിറ്റ് ചെയ്തു. പക്ഷെ കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല. മയില് പീലി വിടർത്തിയില്ല. ഞങ്ങൾ അടുത്തതായിട്ട് കണ്ടത് ഒരു സ്പെഷ്യൽ ഐറ്റമാണ് കന്യാസ്ത്രീ കൊക്ക്. ഞങ്ങൾ ആ കൊക്കിനോട് കുറച്ചേരം വർത്താനം പറഞ്ഞു നിന്നു. പിന്നെ ഞങ്ങൾ കണ്ടത് മ്ലാവിനെയാണ് കേട്ടോ. മ്ലാവിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് ഞങ്ങളിങ്ങനെ നടന്നു വന്നു. അപ്പോഴാണ് ഞങ്ങളൊരു പാറ കണ്ടത്. അപ്പം എനിക്ക് പാറയിൽ കയറാനൊരു കൊതി തോന്നി. പക്ഷെ തെങ്ങമ്മ കയറുന്ന പോലെ ഈസി അല്ല പാറയമ്മ കയറുന്നതെന്ന് എനിക്ക് മനസ്സിലായി. മിനൂസ് ആണെങ്കിൽ രണ്ടും കൽപ്പിച്ച് നടക്കാൻ തീരുമാനിച്ചു, ഒപ്പം ഞാനും. അപ്പം ഞങ്ങൾ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് നടന്നു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ കുരങ്ങനെ കണ്ടു. മീനൂസിനാണെങ്കിൽ എപ്പോഴും കാല് കഴുകലൊരു ഹോബിയാണ് കേട്ടോ. എവിടെ പൈപ്പ് കണ്ടാലും കാല് കഴുകും. ഞാൻ നടുറോത്തിൽ ഫോട്ടോ എടുക്കുമ്പോൾ പോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. പോപ്കോൺ മീനൂസിൻ്റെ ഒരു വീക്ക്നെസ് ആണ്. എവിടെ പോപ്കോൺ കണ്ടാലും ആരെങ്കിലുമൊക്കെ സോപ്പിട്ട് മീനൂസ് അത് വാങ്ങിച്ചെടുക്കും. അതുകൊണ്ട് എനിക്കും ഗുണമുണ്ട്. ഞാനവിടെ പോസ് ചെയ്യാൻ വേണ്ടി നിൽക്കായിരുന്നു ഗൈസ്. അപ്പം എൻ്റെ കസിൻ പുലി വരണമെന്ന് പറഞ്ഞ് എന്നെ പേടിപ്പിച്ചു. കണ്ടോ ഗൈസ്, പന്തം കണ്ട പെരുഞ്ഞാഴിയെ പോലെ ഓടുന്നത്. എന്ത് രസമല്ലേ ഈ ലോഡൊക്കെ കാണാൻ. ഞാനൊരു സൂത്രം കാണിച്ചു തരാം. ഇത് കണ്ടോ ഗൈസ്, ഒരു കടുവ കിടന്നുറങ്ങാണ്. ഒറിജിനൽ കടുവയാണ് കേട്ടോ അത്. പൂക്കളെന്നും എൻ്റെ ഒരു വിനോദമായിരുന്നു. പിന്നെ ഞങ്ങൾ എമൂനെ കാണാൻ പോയി. സ്കൂളിൽ പുസ്തകത്തിൽ മാത്രമാണ് കേട്ടോ ഞാൻ എമൂനെ കണ്ടത്. ഇപ്പം നേരിട്ട് കാണാനും പറ്റി. കണ്ടൊരു മുതല വെള്ളത്തിൽ കിടക്കുന്നത്. അയ്യോ, അത് മുതലയിലാട്ടോ, ഹിപ്പോപ്പൊട്ടാമസ് ആണ്. അങ്ങനെ സുവോളജി പാർക്കിന്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ നടന്നു വരായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ആമ്പലക്കുളത്തിന്റെ അടുത്തെത്തി.
ഇങ്ങനെ താമരയൊക്കെ പിടിച്ച് ഞാൻ കുറച്ചു നേരം പോസ് ചെയ്തു. പിന്നെ ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് പോയിട്ടോ. ഇത് മറൈൻ വേൾഡിലേക്കാണ്. അതിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. അപ്പോൾ ബൈ ബൈ.